ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് ബിരിയാണിയാണ്. ഒരു സാധാരണ കൊഞ്ച് ബിരിയാണി. അതിനു വേണ്ടി ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് 1/2 കിലോ കൊഞ്ചാണ്. അതിലേക്ക് നമ്മൾക്ക് ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. അതിനുശേഷം നമുക്കിതിന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് നമ്മൾക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് ജിഞ്ചറും ഗാർലിക്കും ഇതിലേക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമ്മൾക്ക് ബിരിയാണിക്കുള്ള ചോറ് വയ്ക്കാം. അതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ട, ഏലക്ക, ബേ ലീഫ് ഇവ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് കാശ്മീരി കേസറാണ്. അത് ഒരു 2 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ 4 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മൾക്കൊരു അടപ്പ് വെച്ചിത് അടയ്ക്കാം. നമ്മൾക്ക് ഇനി അരമണിക്കൂർ കഴിഞ്ഞാൽ കൊഞ്ചൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് ഒരു 5 സവാള അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാൻ പോവുകയാണ്. സവാള ഇതിപ്പോൾ ഉള്ളി നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉള്ളി ഇങ്ങ് കോരിയെടുക്കാം. കുറച്ച് ഉള്ളി കോരിയെടുത്ത് വേറെ വെച്ചേക്കണം. കാരണം നമുക്ക് ഗാർണിഷ് ചെയ്യാനെ കൊണ്ട് ഉള്ളി വേണം. ഞാൻ കുറച്ച് ഉള്ളി കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഉള്ളിക്കകത്തിലേക്ക് ഞാൻ ഈ ഇഞ്ചിയും ഗാർലിക്കുമായിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ട് കൊടുത്തു. ഒരു 6 പച്ചമുളകാണ്. ഒരു ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. 2 ടൊമാറ്റോയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരുന്നത്. നമുക്ക് ആ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടിയും നമ്മുടെ പെരുംജീരകപ്പൊടിയും നമ്മൾക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പ്രോൺസിൻ്റെ മസാലയാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാവുന്നത്. അപ്പോൾ നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പ്രോൺസിനകത്ത് ഉപ്പിട്ടതായിരുന്നു. എങ്കിലും ഉപ്പ് കുറയും. അതുകൊണ്ട് നമുക്ക് അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് ശകലം വെള്ളം ഒഴിച്ച് നമ്മൾക്കിതിനെ ഒന്ന് വേവിക്കാം. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണം. ഉപ്പില്ലെങ്കിൽ ബിരിയാണി രുചിക്കത്തില്ല. നമുക്കതൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. നമ്മളുടെ ചോറ് എങ്ങനെയുണ്ടെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ചോറിപ്പോൾ ആയിരിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്. നമുക്കിനി ദം ചെയ്യാൻ തുടങ്ങാം. ഒരു ചരുവം എടുത്ത് വെച്ച് അതിലേക്ക് ഞാൻ ശകലം നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേശ്ശെ ഒരു 1 ലെയർ, അതായത് ആദ്യത്തെ ലെയർ ഇട്ട് കൊടുക്കാം. 1 ലെയർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇതിലേക്ക് തൂവി കൊടുക്കാം. ഒരു മുറി നാരങ്ങ പിഴിഞ്ഞത് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ അടുക്കൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി വരികയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ.